ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ദോഹ സെറ്റ്, നല്ല പുതപ്പ്, നല്ല ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് കുഷ്യൻ കവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓൺലൈനിൽ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഫോട്ടോസൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതുപോലെയുള്ള നല്ലൊരു ഹാൻഡ് ബ്ലോക്ക് ചെയ്ത ബെഡ്ഷീറ്റ് ആണ്. ഈ ബെഡ്ഷീറ്റ് ഒരു സെറ്റ് ആയിട്ടാട്ടോ വരുന്നത്. ഇതിന്റെ കൂടെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, 2 പില്ലോ കവർ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ ഒരു പുതപ്പും ഉണ്ട് കേട്ടോ. അതൊരു നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല മാച്ചിങ് ആയിട്ടൊക്കെ കിടക്കാവില്ല, അപ്പൊ അതിനൊക്കെ കൊള്ളാം കേട്ടോ. ഇതുപോലത്തെ 2 വലിയ പില്ലോ കവേഴ്സ്, പിന്നെ ഇതിന്റെ കൂടെ ഉള്ള പുതപ്പ് ഇതുപോലെ വരും കേട്ടോ. അതായത് പുതപ്പ് റിവേഴ്സിബിൾ പ്രിന്റ് ആയിട്ടുള്ള പുതപ്പാണ്, നല്ല ഭംഗിയായിട്ടുള്ള വലിയ ഡിസൈൻസ് ആണ് കേട്ടോ. അതായത് നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. റിവേഴ്സിബിൾ പ്രിന്റ് ആയിട്ട് വരുന്ന ഇതുപോലെ നല്ല രസത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പും ബെഡ്ഷീറ്റൊക്കെ മാഗ്നസ്കേപ്സ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വളരെ മിതമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് വാട്സപ്പിൽ കൂടെയോ നമുക്ക് ഓൺലൈനിൽ ഇവിടെ വന്ന് തൊട്ട് നോക്കിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. ഈ ബെഡ്ഷീറ്റിന്റെ 2 സൈഡിലാണ് ഇതുപോലെ ബോർഡർ ഉള്ളൂ. നല്ല വലിയ ലേസ് ആട്ടോ ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ബട്ടർഫ്ലൈ ഒക്കെ പോലെ നല്ല വിടർന്ന് നിൽക്കുന്ന പൂക്കളാട്ടോ. ഇതിപ്പോ നമ്മൾക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യത്തെ പക്ഷേ ഇത് ഡാർക്ക് കളർ ആയിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നേ. അപ്പൊ ഇത് നമ്മൾ പല കളേഴ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കിങ് സൈസിലും ക്യൂൺ സൈസിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ മാച്ചിങ് ഇതിന്റെ പോലത്തെ തന്നെ കുഷ്യൻ കവേഴ്സ് ഉണ്ട്. പിന്നെ കുഷ്യൻ കവേഴ്സ് ഇല്ലാതെയും നമ്മുടെ കയ്യിൽ ഇതുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസിലും ക്യൂൺ സൈസിലുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇത് നമുക്ക് പകൽ സമയത്ത് ഇങ്ങനെ ഇടാം, രാത്രി നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പൊ പിന്നെ നമുക്ക് ടെൻഷൻ അങ്ങോട്ടില്ലല്ലോ. അത് തന്നെയല്ല, രാത്രി ഇത് ഇടുമ്പോൾ ഞാൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് അകത്തോട്ട് ഇത് പോയിട്ടുണ്ട് കേട്ടോ, അകത്തെ പീസ്. അപ്പൊ നന്നായിട്ട് അവിടെ കിടന്നോളും കേട്ടോ, മാറിയൊന്നും പോകത്തില്ല കേട്ടോ. ഇനിയുള്ളത് നമുക്ക് റോസാപ്പൂ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, അപ്പൊ നല്ല റോസാപ്പൂവിന്റെ ഒരു ബെഡ്ഷീറ്റ് ആട്ടോ. ഈ ബെഡ്ഷീറ്റ് സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറെ നാളായി, പക്ഷെ ഇത് കാണിക്കാൻ എന്നും മറന്നു പോകും കേട്ടോ. നല്ലൊരു റോസാപ്പൂ, അല്ലെ ചുമന്ന റോസാപ്പൂ ആണ് കേട്ടോ. ഒരുപാട് ചുമന്നാണെന്ന് വെച്ചാൽ ഒരുപാട് ചുമന്നല്ല, നല്ല കട്ട റോസാപ്പൂ ഒക്കെ ഇല്ലായിരുന്നു പണ്ടൊക്കെ. നമ്മളിങ്ങനെ തലമുടിയുടെ സൈഡിലൊക്കെ വെച്ച് പോകത്തില്ലായിരുന്നു, അതുപോലെയുള്ള ഒരു ഏജിലുള്ള ആൾക്കാർ, എൻ്റെ കുഞ്ഞിലെ കാലം കുറച്ചും കൂടെ ഏജ് മുകളിലുള്ള ആൾക്കാർ കോളേജിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സൈഡൊക്കെ കുത്തിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഒത്തിരി തിക്കായിട്ടുള്ള മുടിയാ, അതുകൊണ്ട് നന്നായിട്ട് പിന്നിക്കോ നല്ല കെട്ടി രാവിലെ ബസ് വരുന്നതിന് മുമ്പ് ഒരു റോസാപ്പൂ വേഗം പോയി പറിച്ച് ഇവിടെ ഒരു സ്ലൈഡിൽ കുത്തിക്കൊണ്ട് ബസ്സിൽ കയറാൻ നേരത്തായിരിക്കും ഈ സ്ലൈഡിൽ ഇതിങ്ങനെ വെക്കുന്നത് കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു പോകത്തുണ്ടായിരുന്നു. നല്ല ചുരിദാറും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുങ്ങി, ചെരുപ്പൊക്കെ നല്ല വൃത്തിയായിട്ട്, അന്നൊക്കെ ഒരുപാട് ചെരുപ്പൊന്നുമില്ല, നല്ല ഉള്ള ചെരുപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി സൂക്ഷിച്ച ഒരു ആൻറ്റി ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ കണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ അതുപോലെ നമുക്കിങ്ങനെ ഓർമ്മയാകുമ്പോൾ നമ്മൾ ആലോചിച്ചു, അതുപോലെ ചെയ്താവല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. ഇത് നമുക്ക് 695 രൂപയുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ക്യൂൺ സൈസിന്റെ റേറ്റ് എപ്പോഴും നമുക്ക് 695 രൂപയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി തിക്കായിട്ടുള്ള കോട്ടൺ ആണ്, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഇനി നമുക്ക് സ്ട്രോബെറി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് ഇന്ന് കാണിക്കാൻ എടുത്തു. അയ്യോ, ക്രിസ്മസ് ആയോ എന്ന് ഒരാൾ ചോദിക്കുവാണ്. ക്രിസ്മസ് സ്ട്രോബെറി എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല, പുള്ളിക്കും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ ഇല്ലയോ എന്ന് കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞു, സ്ട്രോബെറി ചീസ് കേക്ക് ഒക്കെ ആരുടെ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഈ സ്ട്രോബെറി ക്രിസ്മസ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ചുമന്നത് കണ്ടിട്ട് പുള്ളിയുടെ മനസ്സിൽ വന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ 695 രൂപയ്ക്ക് സ്ട്രോബെറി ബെഡ്ഷീറ്റ് വാങ്ങിക്കാം. 1 കിലോ സ്ട്രോബെറി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല റെഡ് കളറിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതൊക്കെ ഒരു രസമല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള
സ്ട്രോബെറി തിന്നാനും. സ്ട്രോബെറി ഒക്കെ നമുക്ക് തിന്നാറുണ്ടോ? എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കാണാൻ കൊള്ളാം, പക്ഷെ തിന്നാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചില ആൾക്കാർക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോബെറിയുടെ കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വല്ലവരൊക്കെ തന്നാൽ തിന്നാം. ഇത് കണ്ടോ നല്ല അത് ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇതൊരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ചേട്ടന്മാർക്ക് എപ്പോഴും ഈ ലൈന് ചെക്സ് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെയുള്ള ഷീറ്റാണ് ഇത് വന്നിരിക്കുന്നത്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതായത് റൂം ഇരുണ്ടതാകത്തില്ല, നല്ല ലൈറ്റ് ആയിട്ട് വരും. പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിച്ച ബെഡ്ഷീറ്റ് ആട്ടോ. ഹാർട്ടിന്റെ നിറം എന്താന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അറിയാവുന്നവരുണ്ട്. ഹാർട്ടിനൊരു കളറുണ്ട് കേട്ടോ. നമ്മൾ ഹാർട്ട് എന്ന് പറഞ്ഞാൽ റെഡ് എന്നല്ലേ, ആക്ച്വലി അതല്ല അതിൻ്റെ കളർ കേട്ടോ. അപ്പോൾ അതിനൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരോട് ചോദിച്ചാൽ മതിയേ. അതുകൊണ്ട് എനിക്കും അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് ചിരി വരുന്നു, അറിയത്തില്ല. അപ്പം നല്ല ഭംഗിയായിട്ട് അവിടെ ഞാൻ ബെഡ്ഷീറ്റ് പൊക്കി പിടിച്ച് കാണിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇന്ന് പോയി നോക്കണം. ദൈവമേ, സയൻസ് സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചത്, എന്നിട്ട് നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മോശമാണേ. ഇന്ന് നോക്കും കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഹാർട്ടിൻ്റെ പല പല കളേഴ്സ് കേട്ടോ. ഇതൊക്കെ സ്നേഹം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ബെഡ്ഷീറ്റ് കിങ് സൈസ് ആണ്. ഇതെല്ലാം സ്നേഹത്തോടു കൂടി നമ്മൾ വിരിച്ചാൽ, സ്നേഹത്തോടു കൂടി ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൽ മാത്രമല്ല കാര്യം, നമ്മൾ വീട്ടിൽ നല്ല സ്നേഹത്തോടെ ഇരിക്കണം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് പറയണം. നമുക്ക് നെഗറ്റീവായിട്ട് പറയണമെന്ന് തോന്നുമ്പോൾ മിണ്ടാതെ വായടിച്ചിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല ചില സമയത്ത്. എന്നാലും മിണ്ടാതെ വായടിച്ചിരിക്കണം കേട്ടോ. ഒരു സിനിമയിലില്ലേ നമ്മുടെ ഒരാളുണ്ടല്ലോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വെള്ളം വായിലിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? മിണ്ടാതിരിക്കും, പക്ഷെ എത്ര വിഷമമല്ലേ. അതുപോലെ ചില സാഹചര്യങ്ങളൊക്കെ എനിക്കും വരാറുണ്ട്. പക്ഷെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം വരുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന, എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കേട്ടോ. ഇന്ന് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നല്ല ഭംഗിയായിട്ടൊരു പിങ്ക് കളറിൽ നല്ല ഡോട്ട് ഉണ്ട്. സൈഡ് ബോർഡർ ഇതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഇതെല്ലാം നമുക്ക് മാഗ്നസ്കേപ്സ് വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാം. നമ്മുടെ മാഗ്നസ്കേപ്സ് കടയുള്ളതുണ്ടല്ലോ എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഫോട്ടോസ് ഇട്ടുണ്ട്. അവിടെ ചിലതൊന്നും ചില സമയത്ത് കാണത്തില്ല. നിങ്ങളോട് പറയാൻ എനിക്ക് നാണമാവുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, വാട്സപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നത്. വാട്സപ്പിൽ കൂടി തന്നെ ഓർഡർ എടുത്തോ. മാഗ്നസ്കേപ്സിൽ വാട്സപ്പിൽ നമ്മൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒന്നും നിങ്ങൾക്ക് അയക്കത്തുമില്ല, തരത്തുമില്ല കേട്ടോ. അത് ഇപ്പം പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം നമ്മളോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് അതിന് വേണ്ട സ്പെഷ്യൽ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ വീട്ടിലുള്ള ആൾക്കാരോട് നല്ല സ്നേഹത്തോടെ നല്ല ഹഗ് ചെയ്ത് എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് വൈകുന്നേരം വരുമ്പോഴും ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും അതിലേക്ക് നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളോടും സ്നേഹമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.